വലിയ മോഡേൺ അടുക്കളയ്ക്ക് വേണ്ടി ഓരോ പെണ്ണുങ്ങളും ലക്ഷങ്ങൾ ചിലവാക്കാൻ വേണ്ടി ഭർത്താക്കന്മാരെ ശല്യം ചെയ്യുമ്പോൾ ഞാനിതാ എൻ്റെ അടുക്കള നോക്കും. 35 വർഷമായി ഞാൻ ഇങ്ങനെയാണ് അടുക്കളയിൽ കഴിയുന്നത്. എനിക്ക് യാതൊരു വിഷമവും ഇല്ല, സന്തോഷമേ ഉള്ളൂ. പലരും വന്ന് ചോദിക്കും, നിൻ്റെ അടുക്കള ഇതുവരെ മാറ്റാറില്ലേന്ന്. എൻ്റെ അടുക്കള കാണുന്നവർക്ക് വൃത്തിഹീനമായിട്ട് തോന്നുമെങ്കിലും എനിക്കത് വളരെ വൃത്തി മാത്രമല്ല, നല്ല ഹെൽത്തി ഫുഡ്, എന്ത് സാധനം എടുക്കാൻ ആർക്ക് വന്ന് പാചകം ചെയ്താലും എല്ലാ സാധനങ്ങളും കാണാൻ കണക്കാക്കി ഞാൻ വച്ചിട്ടുണ്ട്. ആയുർവേദ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കുറച്ച് കുപ്പികൾ കളക്ട് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. ഒരേ തരത്തിലുള്ള നീളൻ കുപ്പി, സ്ഥലം ലാഭിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് എല്ലാ സൗകര്യത്തിനും എളുപ്പത്തിനു വേണ്ടി ഞാൻ എല്ലാം ചെയ്തു വച്ചിട്ടുണ്ട്. ഒക്കെ പഴയ പ്ലൈവുഡ് കൊണ്ടാണ് അടിച്ചു വെച്ചിരുന്നത്. ഇപ്പോൾ ഒരിടത്തുനിന്ന് കുറേ തടികൾ കിട്ടി, അതെല്ലാം കൊണ്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ടൈൽസ് ഇട്ടത് ഞാനാണ്. ഇവിടെ ടൈൽസ് ഒട്ടിച്ച് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്ത് സാധനം ഉണ്ടായാലും ആരെടുത്ത് തിരക്കേണ്ട ആവശ്യമില്ല. അതെവിടെ ഇതെവിടെ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കബ്ബോർഡുകളിൽ വെച്ച് അതിൻ്റെ അകത്തിരുന്ന് നമുക്കൊന്നും അറിയാനും കാണാനും പറ്റില്ല. എന്ത് സാധനങ്ങൾ കൈവാക്കിൽ വയ്ക്കും. അല്ലാത്ത സാധനങ്ങളെല്ലാം സ്റ്റോറേജ് ഇതുപോലെയൊക്കെ ആക്കി വയ്ക്കും. പുളിയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഉപ്പ് മൺചട്ടിയിലും കുപ്പിപ്പാത്രത്തിലുമാണ്. അടുക്കളയിൽ എൻ്റെ ഹോബി രാവിലെ പാചകം ചെയ്യാൻ വരുമ്പം ഖുർആൻ്റെ അർത്ഥം ഇടുന്ന ഒരു കാസറ്റാണിത്. ആണ് പരിപ്പുകളൊക്കെ സ്റ്റോറേജ് റൂമൊന്നും ഇല്ല. ഇതുപോലെ ഒരു പ്ലൈവുഡ് എടുത്ത് മറച്ച് വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളകുപൊടി, മസാലപ്പൊടികളൊക്കെ വെച്ച് ഗ്യാസിന് മുകളിൽ വെച്ചിട്ടുണ്ട്. പഴയ ഗ്യാസാണ്, 10-15 വർഷമായ ഗ്യാസാണ്. അതും 2000 രൂപയുടെ ഗ്യാസ്. ചിമ്മിണി അടുത്തുണ്ട്, അടുപ്പില്ല. അടുപ്പ് പുറത്ത് വെച്ചാണ് പാചകം മുഴുവനും. ചോറും ഇഡലിയും ഒക്കെ പുറത്ത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. പലരും വന്ന് ചോദിക്കാതിരുന്നു, വലിയ ബുദ്ധിമുട്ടല്ലേ? എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അടുക്കള ഇപ്പോഴും റെഡ് ഓക്സൈഡാണ്, ടൈൽസിലാണ്. ഞാൻ സമ്മതിച്ചില്ല. കാരണം ലോൺ എടുത്ത് കടം വാങ്ങിയും അത് വേണ്ട. അടുക്കള മാത്രമാണ് ഈ കോലത്തിൽ കിടക്കുന്നത്. ബാക്കി എല്ലാ ടൈൽസൊക്കെ ഇട്ട് മക്കൾക്കുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ അടുക്കളയാണ് ഇഷ്ടം. ഏത് സാധനം പെട്ടെന്ന് എടുക്കാം. മോഡേൺ കിച്ചണിക്ക് വേണ്ടി ഓരോ പെണ്ണുങ്ങളും ലക്ഷങ്ങളും കോടികളും ചിലവാക്കി ഭർത്താക്കന്മാരെ കഷ്ടപ്പെടുത്തുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കഴിയുന്നത്. മിക്കവാറും അടുപ്പിലാണ് പാചകം. താഴെ ഇരുന്നു കൊണ്ട് പാചകം ചെയ്യാം. 2 ഗ്യാസ് അടുപ്പുണ്ട്. ഒരു ഗ്യാസ് അടുപ്പ് ഒതുക്കി വെച്ചിരിക്കുകയാണ്. പാചകന്മാരും പ്രവാചക പുത്രിമാരുമെല്ലാം പണ്ട് ഗ്യാസില്ലാതെ അവർ കഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സൗഭാഗ്യം. അല്ലാഹു ഇത്രയും തന്നത് തന്നെ വലിയ നന്ദി പറയണം. കിച്ചണിൽ മക്കളുടെ ഇഷ്ടത്തിന് വേണ്ടി ടൈൽസ് ഇടണമെന്നുണ്ട്. അതിപ്പോൾ തൽക്കാലം ഇടുന്നില്ല. കാർപ്പറ്റ് വാങ്ങിച്ച് തൽക്കാലം ഉപയോഗിക്കാം. 35 വർഷമായി. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അടുക്കള. ഇതിനേക്കാൾ എത്രയോ കഷ്ടപ്പെടുന്നവരുണ്ട്. നമുക്ക് ഇത് തന്നെയാണ് വലിയ ഭാഗ്യം എന്ന് കരുതാം. ഇതിൽ ഖുർആൻ ഓതാനുള്ള ഒരു ദുആയും തൂക്കിയിട്ടിട്ടുണ്ട്.